ഹായ് ഫ്രണ്ട്സ് ടൊരിട്ടപ്പോൾ ഹീറോ ബേബിനെ കാരിങ് ചെയ്യുന്നത് ഇപ്പോൾ ഡേയ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് 6 വയസ്സായി. മമ്മി എന്ത് പറ്റി? എന്ത് പറ്റിടാ? മോം മോച്ചി എന്താടാ ഞാൻ പറയാം. മോം എനിക്ക് അനിയനില്ല അനിയത്തിയെന്ന് വേണം മോം. ഹീറോയ്ക്ക് ഷോക്കായി. എന്താടാ ഇതാര് പറഞ്ഞ? ഇല്ല, ജങ്കുക്ക് അങ്കിൾക്ക് ഇപ്പം ബേബിയുണ്ട്, ചെറിയ കുട്ടി ബേബിയുണ്ട്. ഇപ്പോൾ ഇവരോട് പറഞ്ഞ് മനസ്സിലാവത്തില്ല. മൂച്ചി പറഞ്ഞേക്കടാ, ഇപ്പോൾ ഒന്ന് പറഞ്ഞു കേൾക്കടാ, ഇപ്പോൾ ഒന്ന് വേണ്ടാടാ, എനിക്ക് കഴിഞ്ഞടാ, പോടാ ഹീറോയിൻ. അയ്യോ എനിക്ക് ലേട്ടാ, അമ്മ വിളിക്കാം, പോകും മോനെ, ഞാൻ പോവാന്ന് ഹീറോയിൻ ഒറ്റ ഓട്ടം ഓടിപ്പോയി. റോസി ഹീറോയുടെ ഫ്രണ്ട് റോസ് ഫോണാക്കി കേട്ടോ. എന്താ മച്ചി എന്താ വരാതെ? എടി മച്ചി ഞാൻ ഓഫീസിലേക്ക് വരാൻ പോവാ. എന്താടി? ഇല്ലടി, കുറച്ച് നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് 6 വയസ്സായില്ലേ, ഇപ്പോൾ എന്നാ ഞാൻ വീട്ടിലിരിക്കുക? ഞാൻ 5 വയസ്സപ്പോൾ വന്നില്ല ഓഫീസിലേക്ക്, നിനക്കറിയില്ലടി. ഹീറോ ഓഫീസിലേക്ക് വരാൻ തുടങ്ങി. ജിമ്മിനക്ക് ഒരു റിലേഷനില്ല, എല്ലാവർക്കും അറിയോ ഹീറോയി ജിമ്മിൻ്റെ വൈഫെന്ന്. ഹീറോയി കണ്ടുക്കൂല്ല, കണ്ടക്കാതെ ജിമ്മിനെ കണ്ടക്കാതിരിക്കുക ഹീറോയി. അപ്പോൾ ഒരു ബോയ് വന്നിരുന്നു, പറഞ്ഞ ജൂനിയറാണ്. ഹായ് ഹായ് എന്ന് ഹീറോയി പറഞ്ഞു. നിങ്ങൾ പുതിയതാണോ എന്ന് ചോദിച്ചായിരുന്നു. ഇല്ല, ഞാൻ മുമ്പേ ഉണ്ട് ഇവിടെ ജോലി, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തായിരുന്നു അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഹീറോയിനെല്ലാം വളഞ്ഞുമുണ്ടായിരുന്നു. അതെ, ഇന്ത്യ ബോയാണ്, പേര് അർജുനാണ്. ഹായ് എന്നാ അർജുൻ പറഞ്ഞാൽ. നീ എന്താ ചെയ്യാ? ഇല്ല, ഞാനിവിടെ ജോലി ചെയ്തതെന്ന് അർജുൻ പറയാൻ തുടങ്ങി. ആ അർജുൻ, നീ മുമ്പ് ഇവിടെ ജോലി ചെയ്തോണ്ടായ? ഇല്ല, ഇപ്പം എനിക്ക് 25 വയസ്സായി. അതല്ല, ഞാൻ ഇപ്പോൾ വേറെ കമ്പനിയിൽ ഇന്ത്യയിൽ ജോലി ചെയ്തായിരുന്നു, പിന്നെ എനിക്ക് കൊറിയൊക്കെ വന്നതാ. ഓ അങ്ങനെയാണോ? ആ അതല്ല, നീ സിംഗിളാണോ കമ്മിറ്റാണോ കേട്ടു. ഇത് ജിമ്മിൻ്റെ സെക്രട്ടറി കേട്ടു, ഷാക്കായി. അയ്യോ, സിംഗിളാണോ കമ്മിറ്റാണോ കേൾക്കുന്നല്ലോ. സെക്രട്ടറി പറഞ്ഞ ആ സെക്രട്ടറി കേൾക്ക് ഹീറോയിൻ്റെ ലാംഗ്വേജ് അറിയോ? ആ ചെക്കൻ സംസാരിക്കുന്ന ലാംഗ്വേജ് ഓൾറെഡി പഠിച്ചു കൊടുത്ത് പറഞ്ഞ് രണ്ടുപേർക്ക് സംസാരിക്കാൻ അറിയും. ഇത് സെക്രട്ടറി കേട്ട് സെക്രട്ടറി മൊത്തം കേൾക്കാൻ തുടങ്ങി. സിംഗിളാണോ കമ്മിറ്റാണോ? അത് സിംഗിളാണ് കമ്മിറ്റാന്ന് പറഞ്ഞാൽ സോറിപ്പാ, അത് ഞാൻ സിംഗിളല്ല കമ്മിറ്റാണെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് ജിമ്മിന് കുടുകുടു ഓടിപ്പോയി ബാസ് എന്ന് പറഞ്ഞു. ജിമ്മിനോട് പറയുന്നത്, ബാസ് എന്താടാ പറ്റി? ജിമ്മിന് കാതിൽ മൊത്ത കാര്യം പറഞ്ഞു. ജിമ്മിനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. സാർ ടെൻഷനൊന്നും തന്നെ ആക്കണ്ട സാർ. അവളെന്താ പറഞ്ഞേ? അത് ജിമ്മിൻ ചോദിച്ചു. അതുകൊണ്ട് സാർ അങ്ങനെയൊന്നും പോലെ കമട്ടാണോ പറഞ്ഞു. കമട്ടാണോ? ആരെ കൂടെ? സാർ നിങ്ങളെ വൈഫ് നിങ്ങളുടെ കൂടെ അല്ലാതെ മറ്റാരെ കൂടെ സാർ ഇരിക്കണമെന്ന് ജിമ്മിനോട് ചോദിച്ചു. ജിമ്മിൻ മുറയ്ക്കാൻ തുടങ്ങിയായിരുന്നു. സാർ ശമ്പളം കയ്യിൽ വെക്കരുത് സാർ എന്ന് പറഞ്ഞ സെക്രട്ടറി ഒറ്റോട്ടം. ജങ്കുക്കൊക്കെ വീക്ക് കൺഫ്യൂസ്. എന്നടാ ഇവൻ ദേഷ്യപ്പെടുന്ന? രണ്ടുപേരെ കണ്ട് വൈഫിനെ കണ്ടിക്കൊന്നുമില്ലടാ, എന്താടാ പറ്റി അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ജോലിയായിരുന്നു കമ്പനിയിൽ. ഇപ്പം വീട്ടിൽ പോയിട്ട് മൂച്ച് ടെൻഷനായിരുന്നു. എന്താടാ മോനയ്ക്ക് ഗിഫ്റ്റ് വേണോ എന്ന് വേണം. പോ ഡാഡി, ഞാൻ എൻ്റെ അടുത്ത് പിണങ്ങാണോ? എന്താടാ പറ്റി? ഡാഡി എനിക്ക് സിസ്റ്ററിലെ ബ്രദർ വേണോ? ഇതുകൊണ്ട് ജിമ്മിനിക്ക് ഷാക്ക്. ജങ്കുക്കും വി ഉണ്ടായിരുന്നു, സ്ട്രോബെറി വി കഴിച്ചായിരുന്നു. ജങ്കുക്ക് ബനാന ജ്യൂസ് കുടിച്ചായിരുന്നു. അതായിട്ട് വിയും ജങ്കുക്കും ഇവിടെ കഴിച്ചോണ്ട് വി സ്ട്രോബെറി കഴിച്ച വായിലുണ്ടായിരുന്നു. വായിൽ താഴെ വീണു. ജങ്കുക്ക് ബനാന ജ്യൂസ് തുപ്പി വീണൂസിട്ട് വീക്ക് ടെൻഷനായി. എന്താടാ തുപ്പിയ? എന്താടാ പറയുന്നത്? എന്താ ഇവനിക്ക് ലൂസ് പിടിച്ചോ? എന്താടാ ബേബി കേൾക്കുന്നേ? ജിമ്മിന് രണ്ടുപേരും മുറിക്കാൻ തുടങ്ങി. ഞങ്ങളല്ലറാന്ന് രണ്ടുപേരും ഒറ്റ ഓട്ടം കൂടി പോയി. ജിമ്മിന് കേട്ടു. എന്താ ജങ്കുക്ക് വി അങ്കിൾ ചോദിച്ചതാ? ഇല്ല ഡാഡ്, എല്ലാവരുടെ കയ്യിൽ കാണുമ്പോൾ എനിക്ക് കൊതിയാവും ഡാഡ്, പ്ലീസ് ഡാഡി, എനിക്ക് സിസ്റ്റർ ബദർ ഡാഡി കൊണ്ടുവരാൻ പോയത് ബേബി പറഞ്ഞു. ഇടിയായിട്ട് ജങ്കുക്ക് വിക്ക് ഷാക്കായി. എങ്ങനെയാ ഓടടാ പീടിൽ അങ്ങോട്ടിലൊന്ന് വിൽക്കുന്നുണ്ടാക്കടാക്കളാ എന്ന് കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ട് ജിമ്മിനിക്ക് ടെൻഷനായി. എടാ പോയില്ല കേൾക്കാം. ഇല്ല ഞങ്ങൾ ഇപ്പോൾ പോയി ഓടിപ്പോയി. എന്താടാ ഇവൻ എന്തെങ്കിലും മുറയ്ക്കാണല്ലോ. കോഡ് സി എന്ന് പറഞ്ഞ വെറുതെ ആണോ? എന്നെ പറഞ്ഞാണ്. ഹലോ, ആറാം കോൾ വന്നായിരുന്നു. ആറാം പറഞ്ഞു എന്താടാ പറ്റി? ശരി ഓക്കെ. ആറാം കോൾ ചെയ്തിട്ട് 3 പേരൊക്കെ വരാനെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേര് എന്താടാ പ്രശ്നം? ആറാം കോളിലൂടെ പറയാൻ തുടങ്ങി. ഇല്ലടാ, നിങ്ങൾ ഐഡൽ ഇന്ന് നമുക്ക് കോൺസെർട്ട് ഉണ്ടോ, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഹീറോ പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഇവരെല്ലാം പാട്ട് ഡാൻസ് എല്ലാം പോയി. ബേബി ഹീറോയിൻ്റെ കയ്യിലാണ്. ജിമ്മിന് പറഞ്ഞു ഞാൻ ഇത്ര നാൾ കഴിഞ്ഞ് ഞാൻ വരില്ല, ഞാൻ ട്രിപ്പ് പോവാണ്, അവിടെയാണ് എനിക്ക് മ്യൂസിക് എന്ന് ഹീറോയിനോട് പറഞ്ഞു പോയി. അങ്ങനെ ആയിട്ട് എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പാട്ട് ഡാൻസ്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, മച്ചി നമ്മളെ ആർട്ടിസ്റ്റാണ്, നമ്മൾ മൊബൈലെല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ടി വിയിൽ നോക്കാമെന്ന് പറഞ്ഞു. ഹീറോ ടി വി ഓൺ ചെയ്ത് അവരുടെ പാട്ട് പറ. ജിമ്മി നല്ല ക്യൂട്ട് ഡാൻസുമായിട്ട് ഹോട്ടായിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ ഡാൻസ് കളിച്ച് ഹീറോയി ഫ്ലാറ്റായി. മച്ചി എൻ്റെ ഹസ്ബൻഡ് എന്ത് ഭംഗിയായി ഡാൻസ് കളിക്കാം.
മച്ചി ഒന്നും നടന്നില്ലേ ഓടി അങ്ങനെ ചോദിക്കണ്ട. ഹീറോ ടെൻഷനിൽ പറയാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിന് കുറേ ബേബിന് മിസ്സായിരുന്നു. ജിമ്മിനൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു എന്താ മച്ച അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ ഒക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങനെ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ ഹീറോ അർജുനെ കൂടെ ക്ലോസ് ആയി സംസാരിക്കാൻ എൻ്റെ പേര് അടിച്ച് സംസാരിക്കാൻ ജിമ്മിനൊക്കെ ടെൻഷൻ ആവാൻ തുടങ്ങി, കടുപ്പാവാൻ തുടങ്ങി. ഹീറോ ഞങ്ങൾക്ക് കാണാൻ നല്ല കപ്പിൾസ് പറഞ്ഞിട്ടുണ്ടല്ലേടാ, ഒരുവേള എനിക്ക് മാരേജ് ആയിട്ടോ ഇവർ രണ്ടുപേരും മാരേജ് ആയാൽ സൂപ്പറായിട്ട് എടുക്കല്ലേ. എൻ്റെ ജാങ്കൊക്കെ വീണ്ടും പറഞ്ഞു വീഴ്ചോ പറഞ്ഞു തുടങ്ങിയല്ലോ, നോക്കും എന്നെ വരിപ്പെത്താം അല്ലേ, ഇവർ രണ്ടുപേരും നല്ല സൂപ്പർ കപ്പിൾസ് അല്ലേ, അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ജീവിതಕ್ಕೆ ടെൻഷൻ ആയി സെറ്റൊക്കെ ഇല്ല. പിന്നെ പാർട്ടി ഉണ്ട്, പാർട്ടിക്ക് അതിനായിട്ട് അർജുനെ കൂടെ വന്നായിരുന്നു. വാവ്, ഇവർ രണ്ടുപേരും കാണാൻ നന്നായിട്ടുണ്ടല്ലേ. ജിമ്മിൻ്റെ വൈഫ് എന്ന് പറയാൻ മറന്നുപോയി, അവർ പറയാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനിക്ക് എവിടെ പോയാൽ എല്ലാവരും പറഞ്ഞു സൂപ്പർ കപ്പിൾസ് അല്ലേ. ജിമ്മിനിക്ക് ടെൻഷനാണ്, കുറേ വൈനും കുറിച്ച് ടെൻഷനാണ്. അങ്ങനെ ഹീറോ നമുക്ക് ഇങ്ങനെ കാർ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിനെ കൊണ്ടുപോയി. ജിമ്മിന് കുറച്ച് ഉണ്ടായിരുന്നു. ജിമ്മിനിക്ക് ഇപ്പോൾ കുറച്ച് ശരിയുണ്ട്. അതെ, ഹീറോയെ കുറേ കുടിച്ചിട്ടില്ല. ജിമ്മിൻ പകുതിയെ കുടിച്ചായിരുന്നു. ജിമ്മിനിക്ക് ഇപ്പോൾ ബോധമുണ്ട്. നല്ല ബോധമില്ലാതെ മതി ചെയ്തിരുന്നു. പകുതി വൈന് താഴെ തോന്നിയത് ഓറ് മനസ്സിൽ ഞങ്ങൾക്കൊരു മനസ്സിലല്ല, വീണ്ടും മനസ്സിലായി. ഇവന് കുറേ ഫോട്ടോ കഴിച്ചു പകുതി വൈൻ കുടിച്ചാൽ എനിക്ക് വന്ന ബോധം കിട്ടിയ എനിക്ക് ഹീറോയെ പേര് ഒന്നിച്ച് അന്ന് ഹീറോയെ ജമുക്ക് അല്ല ജിമ്മിനെ കണ്ടിക്കാതെ ആളും കൂടെ അറിയാൻ സംസാരിക്കാതെ ജിമ്മിനിപ്പോൾ ടെൻഷനായി. ശരി വാ വീട്ടിൽ വന്ന് വെക്കലുണ്ട് എനിക്ക് ആപ്പ് ഹീറോയെ സന്തോഷത്തിൽ വന്ന് അതിന് മൂച്ചി ബേബി മൂച്ചി അത് വിളിച്ചു വന്നു. ബേബിന് അടുത്ത വീട്ടുകാരോടൊക്കെ ചോദിച്ചു ആ മൂച്ചി അവിടെ ഇല്ല, അവർ ഗ്രാൻഡ് അല്ല സാറിൻ്റെ അമ്മേൻ്റെ വീട്ടിലുള്ളൂ. എന്താ അവിടേക്ക് ബേബി പോയോ? അങ്ങനെ ഹീറോയെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് റൂമിൽ പോയി ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഹീറോയി റൂമിൽ ബാത്റൂം പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് അട്ടെടുത്ത് നല്ലൊരു തോത്തിയോട് വന്ന് ജിമ്മിൻ ബെഡിൽ പോലെ കാൾ വെച്ച് ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും നോക്കിയില്ല, കണ്ണാടില്ല നോക്കുമ്പോൾ ജിമ്മിന് കാണുന്നു. ഷോക്കായി, നിങ്ങളെന്നെ ഇവിടെ ചെയ്യുന്നത്? ജിമ്മിന് മുറച്ച് ഹീറോയിനെ നോക്കായിരുന്നു. ആ സാർ പ്ലീസ് സാർ നിങ്ങൾ വെളിയിൽ പോകും. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഹീറോയ്ക്ക് അങ്ങോട്ട് പോകുന്ന കൈ വെച്ച് ഇങ്ങോട്ട് പോകുന്ന കൈ വെച്ച് എന്ത് സാർ ചെയ്യുന്ന? ഇല്ല, നീ എന്താ അവനെ കൂടെ സംസാരിക്കുക? സാർ നിങ്ങൾക്ക് എന്ത് പ്രശ്നം സാർ?